വയസ്സ് കഴിഞ്ഞിട്ട് യേശു അവിടുന്ന്, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ് അവിടുന്ന് അങ്ങ് മുങ്ങി, അല്ലെങ്കിൽ ഉണ്ടയിട്ട് എങ്ങോട്ട് വന്നു? ഇന്ത്യയിലെ കാശ്മീരിൽ വന്ന് ഏതോ ഒരു ഋഷിയുടെ കീഴിൽ പുള്ളി കുറച്ച് അഭ്യാസങ്ങളെല്ലാം പഠിച്ചിട്ട് തിരിച്ച് 30 വയസ്സായപ്പോൾ പലസ്തീൻ നാട്ടിൽ ചെന്ന് കുറേ അത്ഭുതങ്ങളൊക്കെ ചെയ്തു കാണിച്ചു എന്ന് വാദിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു വരുത്തുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിൽ യേശു 30-ാം വയസ്സിൽ യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേൽക്കാൻ വന്നതായി പറയുന്നുണ്ട്. അപ്പോൾ ഈ 12 വയസ്സിൽ ദൈവാലയത്തിൽ പോയിട്ട് പിന്നെ 30 വയസ്സിന് ഇടയ്ക്ക് യേശു ഒന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. യേശുവിനെക്കുറിച്ച് സുവിശേഷങ്ങൾ സൈലൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞുണ്ടാക്കിയത് യേശു അങ്ങ് കാശ്മീരിൽ വന്ന് അവിടുന്ന് പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ ആൾക്കാരോട് ഞാനൊരു പ്രാവശ്യം ചോദിച്ചു, അപ്പോൾ ആ ഋഷിയുടെ കീഴിൽ ഈ ഒറ്റയാൾ മാത്രമേ പഠിച്ചോളൂ, വേറെ ആൾക്കാരും പഠിച്ചില്ലേ? വേറെ ആരും ഇതുപോലെ കടലിന്മേൽ നടന്നും അത്ഭുതം ചെയ്തു ഒന്നും കാണിച്ചത് കണ്ടിട്ടില്ലല്ലോ, വേറെ ആർക്കും ഈ സിദ്ധി കിട്ടിയിട്ടില്ലേ എന്ന് ഞാൻ ചോദിച്ചു. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ബൈബിളിൽ പറയുന്നുണ്ട്, 12-ാം വയസ്സിൽ യേശു കർത്താവ് ദൈവാലയത്തിൽ വന്നിട്ട് മടങ്ങിപ്പോകുമ്പോഴാണ് പിന്നെ അമ്മയപ്പന്മാർ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചതും പിന്നെ തിരിച്ചെന്ന് കണ്ടുപിടിച്ചതുമൊക്കെ. അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, പിന്നെ അവൻ വീട്ടിൽ വന്നും മാതാപിതാക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഓടിപ്പോയെന്നല്ല, കീഴടങ്ങിയിരുന്നു എന്നാണ്. അത് മാത്രമല്ല, ഈ പള്ളിയിലോട്ട് ചെന്നത് 4-ാം അധ്യായത്തിൽ വായിച്ചത് എന്താണ്? അവൻ വളർന്ന കാശ്മീരിലല്ല, അവൻ വളർന്ന നസറേത്തിലാണ്. കാശ്മീരിൽ യേശുവിൻ്റെ ഒരു കല്ലറയുണ്ടെന്നും കൂടെ ഉണ്ടായിരിക്കാം. ഒത്തിരി യേശുമാരുണ്ട്. അപ്പം എന്തായാലും അവൻ വളർന്ന നസറേത്തിൽ വന്നു എന്നാണ്. പിന്നെ ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്നു എന്നാണ്. അപ്പം എല്ലാ ശബത്തിലും താൻ പതിവായി പള്ളിയിൽ പോകുമായിരുന്നു. അത് മാത്രമല്ല, പള്ളിയിൽ ചെന്നു, വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. ഈ പുസ്തകം വായിക്കുന്ന പരിപാടി യേശു ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന പരിപാടി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പുസ്തകം വായിക്കുമ്പോൾ പതിവ് പോലെ എന്നാണ്. പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. വായിക്കാൻ വേണ്ടി അവന് പള്ളി പ്രമാണി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം കൊടുത്തു. അപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വിടർത്തിയിട്ട് യേശു അതിൽ നിന്ന് കൃത്യമായി വായിച്ചത് ഏതാണ്? 18-ാം വാക്യം.